ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വേഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ജീവശാസ്ത്രത്തിൽ നിന്നും രോഗങ്ങൾ എന്ന ടോപ്പിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 25 ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ് ചെയ്യാൻ പ്രചോദനമാകുന്നത്. നമുക്ക് ഒരുമിച്ച് LDCക്ക് വേണ്ടി തയ്യാറെടുക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? ആദ്യമായി വികസിപ്പിച്ച വാക്സിനാണ് വസൂരി വാക്സിൻ. വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത്. വസൂരി വാക്സിനാണ് ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ. എഡ്വേർഡ് ജെന്നർ ആണ് വസൂരി വാക്സിൻ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലോക പോളിയോ ദിനം എന്നാണ്? ലോക പോളിയോ ദിനം ഒക്ടോബർ 24. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണ്? ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠരോഗം. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? ന്യൂമോണിയ. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണ്? കുഷ്ഠരോഗമാണ്. ന്യൂമോണിയയാണ് ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, 5 വയസ്സിലെ കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പ് ഏതാണ്? 5 വയസ്സിലെ കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പാണ് DPT. DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? DPT വാക്സിൻ തടയുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൂനൂർ. ഒന്നും കൂടി നമുക്ക് നോക്കാം. 5 വയസ്സിലെ കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പാണ് DPT. DPT വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഇന്ത്യയിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ കൂനൂർ എന്ന സ്ഥലത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഏതാണ്? ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിനാണ് ഡെങ്കു വാക്സിയ. അടുത്ത ക്വസ്റ്റ്യൻ, സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ഏതാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഡെങ്കു വാക്സിയ. സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഗില്ലൻ ബാരി. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ഏതാണ്? ജലദോഷം. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടയുന്ന ആദ്യ രാജ്യം ഏതാണ്? അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടയുന്ന ആദ്യ രാജ്യമാണ് ക്യൂബ. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടയുന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടയുന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്ലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പെൻസിൽ നിർമ്മാണ കേന്ദ്രം. പെൻസിൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംബ്രിയാണ്. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടയുന്ന ആദ്യ രാജ്യം ക്യൂബ. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടയുന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. പെൻസിൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംബ്രിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാടകയിലെ മൈസൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1987. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാടകയിലെ മൈസൂരാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഹൈദരാബാദ്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം 1987. അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തമായി ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ അറിയപ്പെടുന്നത് എന്താണ്? വ്യക്തമായി ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയ. കപ്പലുകളിൽ നിന്ന് ഉണ്ടാകുന്ന എണ്ണ ചോർച്ച തടയാനായി ഉപയോഗിക്കപ്പെടുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. എന്താണ് സൂപ്പർ ബഗ്? കപ്പലുകളിൽ നിന്ന് ഉണ്ടാകുന്ന എണ്ണ ചോർച്ച തടയാനായി ഉപയോഗിക്കപ്പെടുന്ന ബാക്ടീരിയകളാണ്
സൂപ്പർ ബഗ്. സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രബർത്തി. സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രബർത്തി. എന്താണ് ബാക്ടീരിയ? വ്യക്തമായി ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ്. കപ്പലുകളിൽ നിന്ന് ഉണ്ടാകുന്ന എണ്ണ ചോർച്ച തടയാനായി ഉപയോഗിക്കപ്പെടുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ആനന്ദ് മോഹൻ ചക്രബർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ എന്താണ്? ഡോട്ട്സ്. ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡോട്ട്സ്. ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ ഏതാണ്? ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗം ഏതാണ്? ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗമാണ് ക്ഷയം. രോഗകാരിയായ ബാക്ടീരിയ ഏതാണ്? സാൽമോണല്ല ടൈഫി. രോഗകാരിയായ ബാക്ടീരിയയാണ് സാൽമോണല്ല ടൈഫി. ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ ഏതാണ്? ഡോട്ട്സ്. ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നതിന് കാരണമായ രോഗമാണ് ക്ഷയം. രോഗകാരിയായ ബാക്ടീരിയയാണ് സാൽമോണല്ല ടൈഫി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ് ചെയ്യാൻ പ്രചോദനമാകുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്.